നിങ്ങൾക്കിടയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുന്നു, ഒരു ചെറിയ ഡിസഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ആർഗ്യുമെന്റ്. അതിനുശേഷം ഒരു ഇമോഷൻസ് ഇല്ല, ഒരു കമ്മ്യൂണിക്കേഷൻസ് ഇല്ല, ഒരു എക്സ്പ്ലനേഷൻസ് ഇല്ല, ഒരു റെസ്പോൺസ് ഇല്ല, എല്ലാം ജസ്റ്റ് സൈലൻസ്. നിങ്ങൾ ആലോചിക്കുന്നു, ഇനി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതാണോ? ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ അല്ലെങ്കിൽ ഇതൊരു ടൈപ്പ് മാനിപ്പുലേഷൻ ആയി മാറുന്നതും ഈ സൈലൻസിന്റെ ഒരു പ്രത്യേകതയാണ്. സൈലൻസ് ഹെൽത്തിയുമാകാം അൺഹെൽത്തിയുമാകാം. ഇത് മനസ്സിലാക്കി എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സമാധാനം തന്നെ കളയാൻ ഇത് മാത്രം മതി, ജസ്റ്റ് സൈലൻസ്. ഇതുണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷൻ മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഹെൽത്തി സൈലൻസ്, എന്താണ് അൺഹെൽത്തി ആയിട്ടുള്ള സൈലൻസ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഹെൽത്തിയും അൺഹെൽത്തി ആവുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം. ഈ ഒരു സൈലൻസ് വെച്ചിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ സൈലൻസ് കൊണ്ട് പ്രശ്നങ്ങളെ മാനേജ് ചെയ്യുന്നതിനെ സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയാം. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് സൈലൻസ് ഉപയോഗിക്കുന്നതിനെയാണ് സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് എല്ലാ സമയത്തും മാനിപ്പുലേഷനോ ടോക്സിക്കോ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ചില സമയത്ത് ഇത് ഇമോഷണൽ ഇമ്മച്യൂരിറ്റി കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രെസ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഇതിലും വലിയൊരു പ്രശ്നത്തിൽ നിന്നും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സേഫ് ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് അൺഹെൽത്തി ആവുന്നത്? നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം വരുന്നു, ചെറിയൊരു ആർഗ്യുമെന്റ് വരുന്നു അല്ലെങ്കിൽ ഒരു ഡിസഗ്രിമെന്റ് വരുന്നു. ഇതിന് ശേഷം അയാൾ നിങ്ങളോട് സംസാരിക്കുന്നില്ല, നിങ്ങളുടെ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു രീതിയിലും യാതൊരു എക്സ്പ്ലനേഷനും ഇല്ല, യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഇങ്ങനെ വരുന്ന സമയത്ത് അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം ഇത് നിങ്ങൾക്കുള്ളിൽ ഒരു ആങ്സൈറ്റി ഉണ്ടാക്കും. നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു പ്രശ്നമാണോ, അയാൾ എന്നിൽ നിന്ന് അകന്നു പോവാണോ, ഇങ്ങനെ നമുക്കൊരു ഇമോഷണൽ ഇൻസെക്യൂരിറ്റി ബിൽഡ് ചെയ്ത് വരും. ഒരു കുറച്ച് 1-2 പ്രശ്നങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവും. ഇതൊരു അൺഹെൽത്തി ആണ്. കാരണം ഇത് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു കൺട്രോൾ ലോങ് ടൈം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കുള്ളിൽ ഒരു സൈക്കോളജിക്കൽ സ്ട്രെസ് ഉണ്ടാക്കും. ഇങ്ങനെ ഇത് നല്ല രീതിയിലൊരു അൺഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയർ ആയിട്ട് മാറുന്നു. പ്രത്യേകിച്ച് നമ്മൾ മലയാളി ഫാമിലികൾക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവൻ കുറച്ച് ചൂടനാണ് അല്ലെങ്കിൽ പ്രശ്നക്കാരനാണ്, കുറച്ച് കഴിഞ്ഞാൽ വന്ന് മിണ്ടിക്കോളും, അല്ലെങ്കിൽ അവളിടക്ക് അങ്ങനെ തന്നെയാണ്, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. ഇത് നോർമലൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് എല്ലാം നോർമലാണ്, ഇതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കിടയിലുമുള്ള ഈ ഒരു സൈലൻസ് ഒരു ഹെൽത്തി വേയിൽ അവസാനിക്കാറില്ല. ഇത് പോകെ പോകെ കൂടുതൽ അൺഹെൽത്തി ആയിട്ട് ഒരു ടോക്സിക് ബിഹേവിയർ ആയിട്ട് മാറി വരാറാണ് പതിവ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കി മാനേജ് ചെയ്തു പോവുകയാണ് നമ്മുടെ വെൽബീയിങ്ങിന് നമ്മൾ ചെയ്യേണ്ടത്. വെൽബീയിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇത് എങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൈലൻസ് ആയിട്ട് വരും? നിങ്ങൾക്കിടയിൽ സെയിം സിറ്റുവേഷൻ ഒരു പ്രശ്നം ഉണ്ടാവുന്നു, ആ പ്രശ്നത്തിൽ 2 പേർക്കും ഇടയിൽ ഒരു ഡിസഗ്രിമെന്റ് ഉണ്ടാവുന്നു, ആർഗ്യുമെന്റ് ഉണ്ടാവുന്നു. അങ്ങനെ 2 പേരും കൂടെ തീരുമാനിക്കുന്നു, നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം, ഇപ്പൊ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവില്ല, അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാവില്ല, പ്രശ്നം കുറച്ച് വഷളാവാനുള്ള ചാൻസും കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ 2 പേരും തീരുമാനിച്ചുകൊണ്ട് ഒന്ന് അകന്ന് നിൽക്കുന്നു, സൈലന്റ് ആയിട്ട് നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ അതിനെ കുറിച്ച് വീണ്ടും സംസാരിക്കുന്നു, ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എടുക്കുന്നു. അതുപോലുള്ള പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ വരുന്ന സമയത്ത് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇതാണ് ഹെൽത്തി ആയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരിക്കലും ഉള്ളിലൊരു ആങ്സൈറ്റി ഉണ്ടാവില്ല. നമുക്ക് നഷ്ടപ്പെടുമാണോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നശിച്ചു പോവുകയാണോ, ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഇതിൽ നിന്നും ഉണ്ടാവില്ല. ഒരു നല്ല ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഗ്യാപ്പ് മാത്രമായിട്ടേ ഈ ഒരു സൈലൻസ് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഇമോഷണൽ ഇമ്മച്യൂരിറ്റി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ചില ആളുകൾക്ക് ഇമോഷൻസ് പ്രോസസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ലൈഫ് എക്സ്പീരിയൻസസ് വെച്ചിട്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് അറിയാൻ പാടില്ലായിരിക്കും. അതും അബ്യൂസും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ ഇമോഷണൽ ഇമ്മച്യൂരിറ്റി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നു,
ഒരാൾക്ക് ഈ ഇമോഷൻസ് ഒന്നും പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അയാളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ചെറുപ്പം മുതലേ അയാൾ കാര്യങ്ങളെല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് വളരെ സൈലന്റ് ആയിട്ടായിരിക്കും. ചിലപ്പോൾ കുട്ടിക്കാലത്ത് അയാൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നല്ലൊരു പാരൻസ് ഉണ്ടായിട്ടുണ്ടാവില്ല, ഇമോഷണൽ ഒരു അവൈലബിലിറ്റി ഉണ്ടായിട്ടുണ്ടാവില്ല. ഇതൊക്കെ ആയിരിക്കും കാരണം. പക്ഷെ ഇയാൾക്ക് ദേഷ്യം വന്നാലോ സങ്കടം വന്നാലോ ഇയാൾ സൈലന്റ് ആവും. ഇത് ഹെൽത്തി അല്ല. ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വേദനിപ്പിക്കും. പക്ഷെ വേണമെന്ന് വിചാരിച്ചാൽ ഇയാൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വഭാവമാണിത്. കാരണം ഇയാൾ മറ്റൊരാളെ വേദനിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് സൈലന്റ് ആവുന്നതല്ല. അതാണ് അബ്യൂസും ഇമോഷണൽ ഇമ്മെച്യൂരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഈ അബ്യൂസർ എപ്പോഴും മറ്റൊരാളെ കൺട്രോൾ ചെയ്യണം, മാനിപ്പുലേറ്റ് ചെയ്യണം എന്നുള്ള നല്ല ഒരു പ്ലാനിങ്ങോടെ ആയിരിക്കും സൈലന്റ് ആവുന്നത്. ആ സൈലൻസിന് ശേഷമുള്ള ബിഹേവിയറും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഒരു ഇമോഷണൽ ഇമ്മെച്യൂരിറ്റി എന്ന് പറയുന്നത് അയാൾക്ക് ഇത് അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ ഈ ഇമോഷണൽ ഇമ്മെച്യൂരിറ്റി ഉള്ള ഒരാള് ഇത് പഠിച്ചെടുക്കില്ല, ഞാൻ ഫ്യൂച്ചറിൽ പോലും മാറില്ല, എന്നെ ഇങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ ടോക്സിക് ആകുക തന്നെയാണ് ചെയ്യുക. ഈ കൂടെയുള്ള ആൾക്ക് നല്ല രീതിയിൽ വേദനിപ്പിക്കുകയും ചെയ്യും. ഈ ഒരു സൈലൻസ് നിങ്ങളെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുക? ഒരു ലോങ് ടേമിൽ ഇത് നിങ്ങൾക്കുള്ളിൽ ഒരു സൈക്കോളജിക്കൽ സ്ട്രെസ് ഉണ്ടാക്കും. പ്രത്യേകിച്ച് നിങ്ങൾ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ കുറച്ച് സപ്പോർട്ടൊന്നും കിട്ടാതെ വളർന്നു വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ടാക്കും. ഭയങ്കര ആങ്സൈറ്റി, എനിക്കൊരു റിലേഷൻഷിപ്പ് നഷ്ടമാവുകയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, വലിയ വലിയ ടെൻഷൻ ആയിരിക്കും നിങ്ങൾക്കുള്ളിൽ ഇതുകൊണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ എന്ത് വിചാരിക്കും? പ്രശ്നം വലിയ പ്രശ്നമാണ്, പെട്ടെന്ന് സോൾവ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ തന്നെ പോയിട്ട് സോറി പറയുന്നു, കാല് പിടിക്കുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. കാരണം ഈ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവുന്നത് നിങ്ങൾക്കുള്ളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു സെക്യൂരിറ്റി ആക്കി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യണം. നിങ്ങൾ മറ്റൊരാളുണ്ടാക്കിയ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സോറി ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ റെസ്പെക്റ്റ് ആണ് ഇല്ലാതെ ആവുന്നത്. അങ്ങനെ അവിടെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റും കൂടെ നഷ്ടപ്പെടുന്നു. ഇങ്ങനെ നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ താഴോട്ട് പോവും. ഇനി ഇത് എങ്ങനെ മാനേജ് ചെയ്യണം? ഇത് മാനേജ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നിങ്ങളെ ചൂസ് ചെയ്യാം. നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളത് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതി. നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു, സൈലന്റ് ആവുമ്പോൾ നിങ്ങൾ തുറന്നു പറയണം, ഓക്കെ നമുക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാം. പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം പ്രോപ്പറായിട്ട് സംസാരിച്ച് ഹാൻഡിൽ ചെയ്യണം, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നുള്ളത് തീർത്ത് പറഞ്ഞുകൊണ്ട് വേണം അവരെ പറഞ്ഞയക്കാൻ. അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓൾവേസ് എല്ലാ പ്രശ്നത്തിലും നിങ്ങൾക്കൊരു കൺക്ലൂഷൻ ഉണ്ടാവും. ആ കൺക്ലൂഷൻ നിങ്ങൾക്കൊരു സേഫ്റ്റിയും കൂടെ തരും. ഇനി ഇത് അബ്യൂസ് ആണോ ഇമോഷണൽ ഇമ്മെച്യൂരിറ്റി ആണോ എന്നുള്ളതും കൂടെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുക. ഇനി ഇമ്മെച്യൂരിറ്റി ആണെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇത് മാറ്റിയെടുക്കേണ്ടതാണ്. എന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് നിന്റെ ഇമ്മെച്യൂരിറ്റി എനിക്ക് മനസ്സിലാവും, പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് മാറ്റിയെടുത്താലേ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതും കൂടെ പറഞ്ഞു കൊടുക്കുകയും വേണം. ഇങ്ങനെ ഒരു സെൽഫ് കെയറിലൂടെ നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ മാറ്റിയെടുത്ത് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കും. ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സൈലൻസ് എല്ലാ സമയത്തും ടോക്സിക് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഈ സൈലന്റ് ആവുന്ന ആളുടെ ഇന്റൻഷൻ എന്താണോ അതിനനുസരിച്ച് മാറി മാറി വരും. അപ്പോൾ ഒരു ഹെൽത്തി സൈലൻസ് ആണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ഗ്യാപ്പും ഒരു ക്ലാരിറ്റിയും ഉണ്ടാവും. അതിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു കമ്മ്യൂണിക്കേഷനും അതിലും നല്ലൊരു ഫൈനൽ ക്ലാരിറ്റി കൂടെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള സൈലൻസ് ആണെങ്കിൽ തുടക്കത്തിൽ നല്ല ഒരു ആങ്സൈറ്റിയും ഫിയറും ഒക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. അവസാനിക്കുന്നത് നല്ല കൺഫ്യൂഷനിലും ആയിരിക്കും. അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ സ്റ്റേ അവെയർ, സ്റ്റേ ഗ്രൗണ്ടഡ്, ബി എംപത്തറ്റിക്. ദിസ് ഈസ് TQ Talks.